ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതിയാണ്. സംഘർഷം രൂക്ഷമാവുകയുമാണ്. വടക്കൻ ഇസ്രയേലിന് നേരെ ലെബനാൻ സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണങ്ങളിൽ 2 ഇസ്രയേൽ സൈനികർക്ക് പരിക്കേറ്റു. വെടിനിർത്തൽ കരാർ ലംഘിച്ച ഇസ്രയേൽ സൈന്യം തെക്കൻ ലെബനാൻ ഗ്രാമങ്ങളിൽ തുടർച്ചയായ ആക്രമണം നടത്തുന്നതിന് മറുപടിയായാണ് തങ്ങൾ റോക്കറ്റ് ആക്രമണം നടത്തിയതെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കി. പ്രാദേശിക സമയം പുലർച്ചെ 1:20 കിരിയറ്റ് ഷിമോന നഗരത്തിലും 2:45 ഡോവിഡ് സെറ്റിൽമെന്റിലുമാണ് ഇന്നലെ റോക്കറ്റ് ആക്രമണം നടന്നത്. അമേരിക്കൻ ഇസ്രയേൽ ആക്രമണങ്ങൾ അവസാനിക്കുന്നതുവരെ തങ്ങളുടെ ഈ തിരിച്ചടി തുടരുമെന്നാണ് ഹിസ്ബുള്ള അറിയിച്ചത്. കഴിഞ്ഞ ദിവസം വടക്കൻ ഇസ്രയേലിലെയും തെക്കൻ ലെബനാനിലെയും ഇസ്രയേൽ സൈനിക കേന്ദ്രങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമാക്കി 43 തവണ ആക്രമണം നടത്തിയതായും അവർ അവകാശപ്പെട്ടു. ഈ ആക്രമണങ്ങളിൽ തെക്കൻ ലെബനാനിൽ ഇസ്രയേലിന്റെ എലൈറ്റ് പാരാട്രൂപ്പർ വിഭാഗത്തിലെ 2 സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സ്ഫോടനത്തിൽ തെറിച്ച ചീളുകൾ തട്ടി പരിക്കേറ്റ ഇവരെ വൈദ്യസഹായത്തിനായി മാറ്റിയതായി ഇസ്രയേൽ സൈന്യത്തെ ഉദ്ധരിച്ച് അരഡ് ഷെവ മീഡിയ നെറ്റ്വർക്ക് റിപ്പോർട്ട് ചെയ്തു. തെക്കൻ ലെബനനിലെ അതിർത്തി മേഖലയിലെ മുഴുവൻ ഗ്രാമങ്ങളും തകർത്തെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വീടുകളിൽ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച ശേഷം റിമോട്ട് കൺട്രോൾ വഴി തകർക്കുകയാണെന്ന് ദി ഗാർഡിയനാണ് റിപ്പോർട്ട് ചെയ്തത്. ഇസ്രയേൽ പുറത്തുവിട്ട ചില സ്ഫോടന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട്. അതിർത്തി ഗ്രാമങ്ങളായ ടൈബൈ, നാഖൌറ, ദീർ സെറിയൻ എന്നിവിടങ്ങളിലാണ് കൂടുതൽ ആക്രമണങ്ങൾ നടന്നത്. മറ്റിടങ്ങളിലും സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ചില ലെബനീസ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് സാധൂകരിക്കുന്ന ദൃശ്യങ്ങളൊന്നും ലഭ്യമായിട്ടുമില്ല. ഗാസയിലും റഫേലും ചെയ്തതുപോലെ ഇസ്രയേലിന് ഭീഷണി ഉയർത്തുന്ന മേഖലകളെ പൂർണ്ണമായും തകർക്കണമെന്ന പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സിന്റെ ആഹ്വാനത്തിന് പിന്നാലെയാണ് ഈ സ്ഫോടനങ്ങളെന്ന് ഗാർഡിയന്റെ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. തെക്കൻ ലെബനന്റെ വലിയൊരു ഭാഗം പിടിച്ചെടുക്കുമെന്നും ലിഥാനി നദി വരെയുള്ള എല്ലാ പ്രദേശങ്ങളും സുരക്ഷാ മേഖല സ്ഥാപിക്കുമെന്നും ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഇസ്രയേൽ ചെയ്യുന്നത് യുദ്ധക്കുറ്റമാണെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ ഒരുമിച്ച് വിമർശിക്കുന്നതും. അതിനിടെ ഇറാനെതിരെ ഇസ്രയേലിന്റെ സൈനിക നടപടികൾ അവസാനിച്ചിട്ടില്ല എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. യുഎസും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനിടെയാണ് നെതന്യാഹുവിന്റെ പ്രസ്താവനയും പുറത്തുവന്നത്. ഇറാനും അതിന്റെ സഖ്യകക്ഷികളും ചേർന്ന് ഗാസയിൽ നിന്ന് ഹമാസും ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയും ഇറാഖ്, സിറിയ, യമൻ എന്നിവിടങ്ങളിലെ സഖ്യസൈന്യങ്ങൾ വഴി ഇസ്രയേലിനെ വളയാൻ ശ്രമിക്കുകയാണെന്ന് നെതന്യാഹു ആരോപിക്കുന്നു. ഇറാൻ ഞങ്ങളെ തീജ്വാലകളുടെ വലയം സൃഷ്ടിച്ച് ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചു, എന്നാൽ ഞങ്ങൾ അവരെ ശ്വാസം മുട്ടിക്കുന്നു. ഇനിയും പലത് ചെയ്യാനുണ്ട് എന്നാണ് നെതന്യാഹു പറഞ്ഞത്. ഇസ്രയേൽ ചരിത്രപരമായ നേട്ടങ്ങൾ കൈവരിച്ചതായി നെതന്യാഹു അവകാശപ്പെട്ടു. എങ്കിലും സൈനിക നടപടി ഉടനെയൊന്നും അവസാനിപ്പിക്കില്ല എന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ഇസ്രയേലിനെ ഉന്മൂലനം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയ ഇറാൻ ഇപ്പോൾ നിലനിൽപ്പിന് വേണ്ടി പോരാടുകയാണെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ഇറാൻ യുഎസിന്റെ നിബന്ധനകൾ അംഗീകരിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇസ്ലാമാബാദിൽ നടന്ന 20 മണിക്കൂറിലേറെ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഇരു രാജ്യങ്ങളും ഉടമ്പടിയില്ലാതെയാണ് പിരിഞ്ഞത്. യുഎസ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയെങ്കിലും ഇറാൻ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല എന്ന് യുഎസ് വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് പറഞ്ഞു. ഹോർമസ് കടലിടുക്കും ഇറാനിയൻ ആണവ പരിപാടിയും പ്രധാന ചർച്ചാ വിഷയങ്ങളായിരുന്നു. ഇരുപക്ഷവും നിരവധി വിഷയങ്ങളിൽ ധാരണയിലെത്തിയെന്നും എന്നാൽ 23 പ്രധാന വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നെന്നും അത് ഒടുവിൽ ഒരു കരാറിലെത്താൻ സാധിക്കാതെ കാരണമായി എന്നും ഇറാനിയൻ വിദേശകാര്യ മന്ത്രാലയ വക്താവും ഒരു പ്രസ്താവനയിൽ കൂടി പ്രതികരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.